വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒരു ബോട്ടിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബോട്ടിയൊക്കെ നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകി മസാല ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വെച്ച് വിസിലെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മഞ്ഞൾത്തൂൾ, മട്ടൻ മസാല, കായപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ലേശം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്ര മാത്രം. ഇത് ഇനിയിപ്പോൾ ഒരു 4 വിസിലിട്ട് എടുക്കാം. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ചട്ടി വെച്ചു, ചട്ടിയിൽ ഓയിൽ ഒഴിച്ചു, ബിരിയാണി സ്പൈസസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ഒന്ന് സെറ്റായി വരുമ്പോൾ നമുക്ക് സബോള ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു വലിയ സബോളയാണ് പൊടിയായി നുറുക്കിയിട്ടുള്ളത്. അതിന് മുകളിൽ സോൾട്ട് ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സബോള ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തു. നമ്മുടെ സബോള ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ബോട്ടി ആയതുകൊണ്ട് വയറിൽ ഇൻഫെക്ഷൻ ഒരു ഫുഡ് ഇൻഫെക്ഷൻ അങ്ങനെ എന്തും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നല്ലപോലെ ഇഞ്ചും വെളുത്തുള്ളിയിട്ട് നല്ലപോലെ നമ്മൾ പേസ്റ്റ് ചെയ്ത് വഴറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിലോട്ട് ലേശം കസൂരി മേത്തിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ കസൂരി മേത്തി ആഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മസാലകൾ, മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ലാസ്റ്റ് നമ്മുടെ മട്ടൻ മസാലയും ഇട്ടിട്ട് നല്ലപോലെ ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലകളുടെ ഈ പച്ച മണമൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ മസാലകളുടെ പച്ചമണമൊക്കെ മാറി നമ്മളിത് തക്കാളി ആഡ് ചെയ്യാണ്. അപ്പോൾ തക്കാളി ഇതൊരു 3 ചെറിയ തക്കാളി നാലായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ തക്കാളി നമ്മൾ ആഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ ബോട്ടിയുടെ ആ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സ്റ്റോക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിയുടെ സ്റ്റോക്ക് ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇതൊരു തള വരട്ടെ, എന്നിട്ട് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച ബോട്ടി ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തിളച്ച് വന്നു, നമ്മൾ ബോട്ടി ഇതിലോട്ട് ആഡ് ചെയ്യാണ്. ബോട്ടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നും അധികം കുക്കാവണമെന്നൊന്നുമില്ല, ഇതിലൊന്ന് സെറ്റായാൽ മതി. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് വേവിച്ചതിന് ശേഷം ഇതിലോട്ട് കുരുമുളക് ചതച്ചത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കുരുമുളകും ഇട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് വീണ്ടും നമ്മൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മുടെ ബോട്ടി തൊക്ക്, തമിഴ്നാട് സ്റ്റൈൽ ബോട്ടി തൊക്ക് റെഡിയാണ്. അപ്പോൾ ഇനി ഇതിൽ കഴിഞ്ഞിട്ടില്ല, ഇനി അടുത്ത ഒരു സെറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിലോട്ട് കരിവേപ്പില ഇട്ടു. എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളിയില്ലേ സാമ്പാർ, ഇവിടെ കുറേ സാമ്പാർ വെങ്കായം എന്നാണ്, അതൊന്ന് ഒരു ബ്രൗൺ കളറാവണ വരയ്ക്കും നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമ്മുടെ ബോട്ടി കറിയിലേക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ സ്റ്റെപ്പായ നമ്മുടെ മല്ലിയിലയും തൂവിയിട്ട് നമുക്കിത് നിർത്താം. അപ്പോൾ ഇത്ര തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.